بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്തു സ്സാഫാത്ത് 103 മുതൽ 111 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായി നാം അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. فلما أسلم فلما അവിടെ മീം മുഷദ്ദദയുണ്ട്, ഷദ്ദ നൽകപ്പെട്ട മീം. ഫലമ്മ ആ അലിഫിന് മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കാവുന്നതാണ്, അനുവദനീയമാണ്. അപ്പോൾ ഫലമ്മ അസ്ലമ, ഇവിടെ എല്ലാ പദങ്ങളും എന്താണ്? ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. ഈ പദത്തിലെ എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്, ഒന്നും തർക്കീഖിൻ്റെ ഇതില്ല. ഈ വചനത്തിൽ മൊത്തത്തിൽ ശേഷിക്കുന്ന ബാക്കി അക്ഷരങ്ങളും അങ്ങനെ തന്നെ. വതല്ലഹു വതല്ലഹു ലിൽ ജബീൻ, എല്ലാം തന്നെ തർക്കീഖ് ചെയ്ത് നേർപ്പിക്കേണ്ട അക്ഷരങ്ങൾ. വീണ്ടും വനദൈനഹു, എല്ലാം ഇസ്തിഫാലിൻ്റേതാണ്. വനദൈനഹു അൻ യാ ഇബ്രാഹീം, അൻ തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്തുകൊണ്ട് യായിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. യാ ഇബ്രാഹിം, ഇന്നലെ നാം സൂചിപ്പിച്ച പോലെ ഒറ്റപ്പദമായി എഴുതിയിട്ടുണ്ടെങ്കിലും ഈ ദീർഘം മുൻഫസിലിൻ്റേതാണ്. മദ് മുൻഫസിൽ ജായിസാണ്. അലിഫിന് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകൽ അനുവദനീയമാണ്. ഇബ്രാഹിം, ബഇൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കണം. ഈ ബ എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കുക. റായിനും ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കുക. ഇബ്രാഹീം ഖദ് സ്വദ്ദഖത റുയ, ഖദ് ദാലിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കുക. സ്വദ്ദഖത, സ്വാദ് ശേഷം ദാല് ശേഷം ഖാഫ്. ഈ സ്വാദിനും ഖാഫിനും മാത്രമാണ് തഫ്ഖീം ഉള്ളത്, മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കണം. ഖാഫിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കണം. സ്വദ്ദഖത, സ്വദ്ദഖത, ത എന്നുള്ളത് തോന്നായി പോരുത്. സ്വദ്ദഖത റുയ, കാരണം തായിൻ്റെ തൊട്ട് മുമ്പിലും തായിൻ്റെ തൊട്ട് ശേഷവും എന്തുണ്ട്? തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളുണ്ട്. മുമ്പിൽ ഖാഫുണ്ട്, ശേഷം റാ ഉണ്ട്. അപ്പോൾ തായിനും തഫ്ഖീമും വരുന്നത് സൂക്ഷിക്കേണ്ടതാണ്. സ്വദ്ദഖത റുയ, റുയ, റായിന് ഷദ്ദാണ്. തക്രീർ സൂക്ഷിച്ചുകൊണ്ട്, അതായത് കൂടുതൽ എന്നുള്ള ആവർത്തനം വരാതെ റുയ ഒറ്റ റായിനെ ഉച്ചരിക്കുക. ഇന്നാ കദാലിക, നൂൻ മുഷദ്ദദ, ഷദ്ദ് നൽകപ്പെട്ട നൂനിനെ മണിക്കണം. നജ്സി, ജീമിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കുക. നജ്സിൽ മുഹ്സിനീൻ, ഹ വ്യക്തമാക്കി മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. ഇന്ന ഹാദ, നൂൻ മുഷദ്ദദ വീണ്ടും മണിക്കണം. ലഹുവൽ ബലാഉൽ മുബീൻ, ഹകൾ വ്യക്തമാക്കി ഉച്ചരിക്കുക. ഖഫായിൻ്റെ അക്ഷരമാണ്. അതുപോലെ ഹംസ്, മറ്റ് പല സിഫത്തുകളും. ഹാദ ലഹുവ, ലഹുവ, ലഹുവയിലൊക്കെ പലപ്പോഴും ആളുകൾക്ക് തെറ്റിപ്പോവും. ഹ വ്യക്തമാക്കി ഉച്ചരിക്കാതെ പാരായണം ചെയ്യാറുണ്ട്, സൂക്ഷിക്കുക. അൽ ബലാഉ, ഇവിടെ മദ് മുത്തസിൽ വാജിബ് നൽകി
നിർബന്ധമായും അലിഫിനെ 4 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. എല്ലാ അക്ഷരങ്ങളും ഈ വചനത്തിലും ഇസ്തിഫാലിൻ്റേതാണ്. തർക്കീഖ് ചെയ്യണം. വഫദൈനാഹു വഫദൈനാഹു ബിദിബ്ഹിൻ അളീം. ബിദിബ്ഹിൻ ദാല് ശ്രദ്ധിക്കുക. ബാഇൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ചോതുക. ബിദിബ്ഹിൻ അളീം. തൻവീനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ബിദിബ്ഹിൻ അളീം. ളാഇന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. അളീം. വതറക്ന റാഇന് തഫ്ഖീം കൊടുക്കണം. കാഫ് ഹംസിൻ്റെ അക്ഷരമാണ്, ശ്രദ്ധിക്കുക. വതറക്ന മഹ്മൂസും ഷദീദും ഒക്കെയായ കാഫ് ശരിയായ വിധത്തിൽ ഉച്ചരിക്കുക. അലൈഹി വതറക്ന അലൈഹി ഐൻ വ്യക്തമാക്കി ഉച്ചരിക്കുക. ഫിൽ ആഖിരീൻ. ഫിൽ ആഖിരീൻ. ഇവിടെ ഫിൽ ആഖിരീൻ ഓതുന്നവരുണ്ട്, ഫിൽ ആഖിരീൻ ഓതുന്നവരുണ്ട്. ഒക്കെ തെറ്റാണ്. ഫിൽ ആഖിരീൻ ഹംസ വ്യക്തമാക്കി ഖാഇന് കുറഞ്ഞ തഫ്ഖീം കൊടുത്തുകൊണ്ട് ഉച്ചരിക്കണം. കസ്റായതുകൊണ്ട് ഫിൽ ആഖിരീൻ. സലാമുൻ അലാ. സലാമുൻ തൻവീനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. അലാ ഇബ്രാഹീം. അലാ മദ് മുൻഫസിൽ ജായിസ് നൽകി അലിഫിനെ 4 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ബായിന് ഖൽഖല നൽകേണ്ടതാണ്. സുക്കൂൻ നൽകി ശബ്ദം ചലിപ്പിക്കുക. ഇബ്രാഹീം. റാഇനും അലിഫിനും തഫ്ഖീം കൊടുക്കണം. ഇബ്രാഹീം. കദാലിക. കദാലിക നജ്സിൽ മുഹ്സിനീൻ. മേലെ വന്ന പദം തന്നെയാണ് 105-ാമത്തെ വചനത്തിലും ഇതേ ഭാഗം വന്നു. നജ്സി ജീമിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കുക. അൽ മുഹ്സിനീൻ ഹ ശ്രദ്ധിച്ചോതുക. ഇന്നഹു നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഹ ഉദ്ദമീറിന് മദ്ദുസ്സില സുഗ്റ നൽകി ദീർഘം നൽകുക. മിൻ ഇബാദിനൽ മുഅ്മിനീൻ. മിൻ ഇബാദിന സാക്കിനായ നൂനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. ഇബാദിനൽ മുഅ്മിനീൻ ഹംസ വ്യക്തമാക്കി ശിദ്ദത്തോടുകൂടി ഉച്ചരിക്കണം. അൽ മുഅ്മിനീൻ എന്നായി പോകരുത്. അൽ മുഅ്മിനീൻ. ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. فلما أسلما وتله للجبين وناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين وفديناه بذبح عظيم وتركنا عليه في الآخرين سلام على إبراهيم كذلك نجزي المحسنين
إنه من عبادنا المؤمنين